ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. ഒത്തിരി മോഹം എന്നും മുത്തശ്ശി കഥ കേട്ടുറങ്ങ. ഒത്തിരി മോഹം മുത്തശ്ശി കഥ കേട്ടുറങ്ങ. എനിക്ക് വീടുമതി, നാടിൻ നന്മ മതി, പഴമയ്ക്ക് കൂട്ടായി ഞാനും എന്നും അറിയാതെ പറയാതെ സ്വപ്നങ്ങളിൽ വന്നണയും സഖി. നിൻ മനസ്സും മതി. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. ഒത്തിരി ഇഷ്ടം ഇന്നും മുറ്റത്തെ കളിയൂഞ്ഞാലാടാ. ഒത്തിരി ഇഷ്ടം മുറ്റത്തെ കളിയൂഞ്ഞാലാടാൻ. ഓർക്കാൻ കനവുമതി, കൂട്ടായി അമ്മ മതി, പണ്ടത്തെ പോലെന്നും ഞാനും ഇനി ഞങ്ങളിൽ ചൊരിയണമേ. ഇപ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എങ്ങിൻ കലവൈകം, അണയുമ്പോൾ പോലും തേജോഗോളങ്ങൾ നിൻവിരൽ തുമ്പിൽ തിരിയുന്നു. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരമാണ്. അപ്പോൾ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകരെ ആദരിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചിങ്ങം ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഒരു കാർഷിക വർഷത്തിന്റെ തുടക്കം തന്നെയാണ്. അതായത് ഈ ചിങ്ങമാസത്തിൽ തന്നെയാണ് നമ്മുടെ ഓണക്കാലം വരുന്നത്. ഓണക്കാലം കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഷ്ടപ്പാടിന്റെ പ്രയത്നത്തിന്റെ ഒരു ഫലം കൂടെ കിട്ടുന്ന, അതായത് ഒരു വിളവെടുപ്പ് ഉത്സവം തന്നെയാണ് നമ്മുടെ ഈ ഓണക്കാലത്ത് നടക്കുന്നത് തന്നെ. അപ്പം നാം എല്ലാവരും ഒത്തുചേർന്ന് നമ്മുടെ കർഷകന്റെ പരിശ്രമത്തിന്റെ ഫലത്തെ ആദരിക്കുകയും അതുപോലെ തന്നെ അവരുടെ പരിശ്രമത്തെ നമ്മൾ പിന്തുണയ്ക്കുകയും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ചിങ്ങത്തെ മികച്ച കർഷകരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ ഇന്നത്തെ ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ തോന്നുന്നു. അടുത്തതായി സ്വാഗതം പറയുന്നത് നമ്മുടെ ജില്ലാവിന്റെ പ്രിയപ്പെട്ട ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകനായ ശ്രീമതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ പേരിൽ ഓരോരുത്തരുടെ പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർമാരായ ശ്രീ സുരേഷ് മെമ്പറെ ഞാൻ ഈ വേദിയിലേക്ക് കൃഷിഭവന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത നമ്മുടെ മെമ്പറായ കുട്ടിയമ്മ മൈക്കൽ മെമ്പറെ ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ അഞ്ചാം വാർഡ് മെമ്പറായ ശ്രീ മാത്യു ജോസഫ് മെമ്പറെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഷെർലി മെമ്പറെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ വികസന സമിതി അംഗങ്ങളെ എത്തിച്ചേർന്ന എല്ലാ കാർഷിക വികസന സമിതി അംഗങ്ങളെയും ഞാൻ ഈ വേദിയിലേക്ക് വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി
നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥികൾ, നമ്മുടെ 5 മികച്ച കർഷകർ. വളരെയധികം ഒരു കടുത്ത മത്സരം തന്നെയായിരുന്നു ഈ വർഷം നടന്നിരുന്നത്. കുറേയധികം 5 പേർ, ശ്രീ ടി.സി. സ്റ്റീഫൻ പ്ലാക്കൂട്ടത്തിൽ, ശ്രീ സെബാസ്റ്റ്യൻ കുഞ്ഞി, ശ്രീമതി രാധാമണിയമ്മൻ, ശ്രീ മൈക്കിൾ ജോസഫ്, മാസ്റ്റർ ഇവർ 5 പേരും വളരെയധികം സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് സന്തോഷത്തോടെ മൊത്തം ഗ്രാമപഞ്ചായത്ത് ഇഷ്ടോടെ വളരെയധികം സന്തോഷത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്തു. മാസത്തിന്റെ ഒരു പൊൻവരയും കർഷകരെ ആദരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമ്മൾ വിഷയോത്സവത്തോടെ സൂചിപ്പിക്കേണ്ടത്. ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ ഇന്ന് ഈ കൃഷി മേഖലയിൽ സജീവമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അവർ നേരിടുന്ന അനവധിയായ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ നമ്മളെ പ്രതിസന്ധിയിലാക്കുന്ന വന്യജീവി ആക്രമണത്തിലൂടെ നമ്മുടെ കാർഷിക മേഖലയാകെ, അവിടെ പ്രത്യേകിച്ച് നമ്മുടെ മുട്ടം പഞ്ചായത്തിലെ കാർഷിക മേഖലയെ തകർന്ന് ദരിദ്രമായി കിടക്കുന്ന ഒരവസരത്തിലാണ് നാം കർഷക ദിനം ഇന്ന് ആചരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാലാകാലങ്ങളിൽ നമ്മളുടെ പൂർവികർ നടത്തി വരുന്ന പാരമ്പര്യമായിട്ട് അനുഭവിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാർഷിക മേഖലയിലെ അനുഭവ സമ്പത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിന്തുണ അർപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മളെ പഞ്ചായത്ത് തലത്തിലും കൃഷിഭവൻ തലത്തിലും സംസ്ഥാനത്തൊട്ടായ കർഷക ദിനം ആചരിക്കുന്നത്. നമ്മൾ വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കർഷകർ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വന്യജീവി ആക്രമണം ശല്യം. അങ്ങനെ വരുമ്പോൾ നമുക്ക് യാതൊരിപ്പം നമ്മുടെ കാക്കമ്പ് മേഖലയിലൊക്കെ ധാരാളം കൃഷി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതെല്ലാം നിർത്തി. അതുകൂടാതെ ഇന്നിപ്പം എല്ലാ വിളകൾക്കും നമ്മുടെ കപ്പ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഭാഗത്ത് ഇഷ്ടംപോലെ കപ്പ കൃഷി ചെയ്യുന്ന കർഷകരുണ്ടായിരുന്നു. ആ കപ്പയ്ക്ക് എല്ലാം മൊത്തം കേടായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കപ്പയും ഒരു സാധനവും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കർഷകരെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് വാങ്ങിക്കണം എന്നൊരു ചിന്താഗതിയോടുകൂടി നമ്മളെല്ലാവരും കൂടുതലായിട്ട് കൃഷി ചെയ്യുകയും അങ്ങനെ നമുക്ക് അടുത്ത പ്രാവശ്യം വേറെ കർഷകരെ ആദരിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മൾ അവർക്ക് മൊമെന്റോയും ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ നമ്മുടെ പൊന്നാട എല്ലാം കൊടുത്താണ് അവരെയാണ് നമ്മൾ ആദരിക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ കർഷകര് മുന്നോട്ട് വരണം. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കൊച്ച് ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി, എങ്ങും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. കൂടിയാണ് ഈ ഭൂദോഷദിനത്തെ എല്ലാം എത്തിച്ചേർന്ന എല്ലാ കർഷകർക്കും, ഈ കാർഷിക വിശ്വസത്തിന്റെ എല്ലാവർക്കും, ആദരിക്കപ്പെട്ട കർഷകർക്കും എല്ലാവിധ ഭൂദോഷത്തിന്റെ ആശംസകളും നേരുന്നു. ഒപ്പം കോട്ടയം ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും നമസ്കാരം. ചിങ്ങം 1 ഓണത്തെ വരവേൽക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നു. പൂക്കളുടെയും എല്ലാം നല്ല നാളുകൾ, വിളയെടുപ്പിന്റെ എല്ലാം നല്ല നാളുകളായി മാറുകയാണ്. എല്ലാവർക്കും കർഷക ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയുവാനുള്ളത്, ഇവിടെ ഈ ആദരിക്കപ്പെട്ട കർഷകരെ കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ കടന്നുപോയിക്കൊള്ളാം. കാരണം എല്ലാവരെയും തൊട്ടറിയുന്ന ആണ് ഇവിടുത്തെ കർഷകർ. ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് നമ്മുടെ നല്ല കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ടി.സി. സ്റ്റീഫൻ പ്ലാക്കൂട്ടത്തിൽ കുടുംബത്തിൽ തന്നെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാവുന്ന അദ്ദേഹവുമായിട്ട് ഏറ്റവും ബന്ധമാണ്. ഒരു കയ്യിൽ നമ്മുടെ പണിയായുധവും അതുപോലെ തന്നെ മറുകൈയിൽ തൂമ്പയും എടുത്ത് കൊലശ്ശേരി പിടിച്ച കൈകളിൽ നമ്മുടെ തുമ്പയും എല്ലാം പിടിച്ച് നല്ല കർഷകനായി വരുമ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെടും. ഞാൻ ആ വഴിയാണ് കടന്നു പോകുന്നത്.
എപ്പോഴും കൃഷി ഒത്തിരി സ്ഥലങ്ങളില്ലെങ്കിൽ പോലും ഉള്ള സ്ഥലത്ത് കനകം വിളയിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ കർഷകരെ തെരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷം ഞാനത് അറിയിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഏറെ സപ്പോർട്ടുമായിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റൊരാള് സെബാസ്റ്റ്യൻ വീടി ജൈവവള കർഷകൻ പൂവേലിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെ ഒരംഗമാണ്. വളരെയേറെ സന്തോഷം. നല്ല കർഷകൻ, എപ്പോഴും ഇഷ്ടം പോലെ കന്നുകാലികളെ വളർത്തി സ്വന്തം ചാണകം കൊണ്ടുപോയി കൃഷിസ്ഥലത്തൊക്കെ ഇട്ട് നല്ല ജൈവ കർഷകനായി മാറുമ്പോൾ വളരെ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്നേഹപൂർവ്വം ആ വാർഡിന്റെ പ്രതിനിധി എന്ന നിലയിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇവിടെ ഇരിക്കുന്ന പലർക്കും പരിചിതയാണ്. നമ്മുടെ തൊഴിലുറപ്പ് ഒരു ജീവനക്കാരിയാണ്. നിഷ എന്ന പേരുള്ള അവരുടെയൊക്കെ കുടുംബാംഗങ്ങളുടെ എല്ലാം പ്രോത്സാഹനം ഇവർക്കുണ്ടാകുന്നുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കട്ടെ. നമ്മുടെ നല്ല വനിതാ കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട രാധാമണി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. റിട്ടയർ ജീവിതത്തിൽ കൃഷിയിലേക്ക് മാറിയ ഒരു വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും പലരും റിട്ടയർ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് റിട്ടയർ ചെയ്ത് വീട്ടിൽ ഒതുങ്ങി നിൽക്കേണ്ട സമയങ്ങളല്ല. നിങ്ങൾക്ക് പലർക്കും പൊതുപ്രവർത്തനങ്ങളും എല്ലാം പ്രവർത്തന രംഗത്ത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്ന വ്യക്തികളാണെന്ന്, അവര് എന്നും മാതൃകയാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ റിട്ടയർ ജീവിതത്തിൽ കൃഷിയിലേക്ക് കടന്നു വന്നതിന് അവരെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ മൈക്കിൾ ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ജീവനക്കാരനായിരുന്നു. അദ്ദേഹവും വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കൃഷിയിലേക്ക് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് ഈ കർഷക ദിനത്തിൽ വലിയ സന്തോഷത്തോടു കൂടി കാണുന്നു. അദ്ദേഹത്തിന് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ, കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊന്ന് നമ്മുടെ മാസ്റ്റർ ഇമ്മാനുവേൽ കോക്കാട്ട് കുടുംബാംഗമാണ്. ആ മോനെ വെള്ളിപ്പനെ തൊട്ട് എനിക്ക് ഒത്തിരി അറിയാമായിരുന്നു. കോക്കാട്ട് കുടുംബം കൃഷിയുടെ ആ പറമ്പിലേക്ക് ചെന്നാൽ അറിയാം, കൃഷിയുടെ വിളനിലമാണ്. എല്ലാവരും ഈ മോനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഏറെ പ്രായം ചെന്ന വെല്ലിമിച്ചി പോലും ഇവിടെ എത്തിയെന്നുള്ളത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. വെല്ലിമിച്ചിയുടെ സാന്നിധ്യവും അതുപോലെ തന്നെ മറ്റു കുടുംബാംഗങ്ങൾ, ഫാദറും മദറുമല്ല, അവരുടെ വീട്ടിലുള്ള മറ്റു പല കുടുംബാംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് ഈ കുട്ടിക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഇനിയും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല കർഷകരായി തിരഞ്ഞെടുത്ത ആളുകളൊക്കെ ഈ വേദിയിലുണ്ട്. അവരെ എല്ലാം മനസ്സിലോർത്തുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. തന്നെ മുൻകാലങ്ങളിൽ മികച്ച കർഷകരായി തെരഞ്ഞെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ചിഹ്നം 1 കൊല്ലവർഷ ആരംഭമാണ്. അതുപോലെ തന്നെ കർഷക ദിനവുമാണ്. ഈ കർഷക ദിനത്തിൽ ആദ്യമേ തന്നെ എൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ പറ്റി എല്ലാം എനിക്ക് മുന്നേ പലരും സംസാരിച്ചു കഴിഞ്ഞു. മികച്ച രാജ്യത്തിന്റെ തന്നെ വികസനത്തിന് ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വിഭാഗമായ കർഷകരെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയും അവരെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വേണ്ട കൈത്താങ്ങലുകൾ നൽകുന്ന അല്ലെങ്കിൽ അവരെ ആദരിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയായിട്ടാണ് കർഷക ദിനം ആചരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി കർഷക ദിനത്തിന്റെ എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാർത്തകൾ നിർത്തുന്നു. ഒരു ദിവസം, വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് നമ്മളെല്ലാവരും കർഷകരെ ഓർക്കുന്നത്. അത് പാടില്ല. നമുക്ക് കർഷകരുണ്ടെങ്കിലേ നമുക്ക് നാടുള്ളൂ. നാടിൻ്റെ നട്ടലാണ് കർഷകർ. പക്ഷെ അവരെ ഒരിക്കലും ആരും അവരെ ഓർക്കാറില്ല. അവരെ എല്ലാ കാര്യങ്ങളിൽ നിന്നും സാധാരണഗതിയിൽ മാറ്റി നിർത്താറാണുള്ളത്. എന്നാലും കുറേയേറെ കർഷകർ മുൻപന്തിയിലേക്ക് വരാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സർക്കാരും ബാക്കി എല്ലാവരും കൈപിടിച്ച് അവരെ മുന്നോട്ട് നയിക്കാൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒന്നും ഗുണഫലങ്ങൾ സാധാരണ കർഷകർക്ക്
ലഭിക്കാറില്ല എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ വിളകൾക്ക് വിലയിടിവിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾക്ക് വിലകൾ വളരെ കുറവാണ്. അന്യനാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ. നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്തിനെ സംബന്ധിച്ച് മലയോര മേഖലകളിൽ സാധാരണഗതിയിൽ നമ്മൾ പല കൃഷികൾ നട്ട് വളർത്തിക്കൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കൊരു വാഴ പോലും നടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതായത് നമുക്ക് കാറ്റുമണ്ണി വെള്ളമണ്ണി എന്ന് പറഞ്ഞാൽ വന്യജീവികളുടെ ശല്യം അഭൂതമായ രീതിയിൽ വന്യജീവികളുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് പന്നിയെ വെടിവെക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പഞ്ചായത്തിന് കഴിഞ്ഞ വർഷം നമ്മൾ ലൈസൻസ് കൊടുക്കുകയും കുറേയൊക്കെ മാറ്റം വരികയും ചെയ്തെങ്കിൽ പോലും അത് പോരാ. നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ ഇപ്പം ഞാനൊരു കൃഷിക്കാരനാണ്. എനിക്ക് എൻ്റെ പറമ്പ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഏത് കൃഷി ചെയ്താലും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല. അതുപോലെയുള്ള സാഹചര്യമാണ്. ഇപ്പം നമ്മുടെ ടൗണ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ രാവിലെ ഉറപ്പറച്ചിരുന്ന് പന്നികളെ ശുദ്ധജീവികളെയൊക്കെ ഒഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇത്രയേറെ മികച്ച കൃഷിയിലൂടെ മുന്നോട്ട് വന്ന ഈ 5 പേര് ഏറ്റവും ബഹുമാനത്തോടെ അവരുടെ പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നെല്ലാം രക്ഷ നേടിക്കൊണ്ട് മികച്ച കൃഷിയിലേക്ക് വന്ന് അവരെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾ വിവിധ മേഖലയിൽ ജോലി ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരുടേതായ ശ്രമകരമായ പണികളിലൂടെ കാർഷിക മേഖല എങ്ങനെ മെച്ചപ്പെടുത്താൻ എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണത്തിന്റെ ഉടമകളാണ് ഇവരെന്നുള്ള കാര്യം ഞാൻ ഈ വേദിയിൽ ഓർക്കുകയാണ്. അവർക്ക് ആദ്യമായിട്ട് ഞാൻ ഈ വേദിയിൽ താമസിച്ചു വന്നത് എനിക്ക് ഒരു അമ്പലത്തിന്റെ അന്നദാനമണ്ഡപവുമായി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമാണ്. അതോടെ ആദ്യമായി കേരളം പ്രകടിപ്പിക്കണം. ഇവർക്ക് നമുക്ക് കൊടുക്കാവുന്ന അവാർഡ് ഇങ്ങനെയല്ല എങ്കിൽ പോലും ഇത്രത്തോളം പ്രധാനമായ ഈ ചടങ്ങിൽ ഇവരുടെ മുൻനിരയിൽ ഇരിക്കാനുള്ള അവസരം കൊടുത്ത കാർഷിക വികസന സമിതി അംഗങ്ങളോടൊപ്പം ഞാൻ പങ്കാളിയായിരുന്നു. അപ്പോൾ പ്രത്യേക അഭിനന്ദനങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും ഇനി മുന്നോട്ടുള്ള ഓരോ വർഷങ്ങളും നിങ്ങളിലുള്ള പലരും ഇങ്ങനെയുള്ള വേദിയിൽ പങ്കിടാൻ സർവീസിനെ സ്വീകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടിൽ വാക്കുന്നത്. നന്ദി, നമസ്കാരം. നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇവിടെ വലിയ സന്തോഷം നിറഞ്ഞൊരു സുദിനമാണ്. നമുക്കറിയാം, വർഷങ്ങളായി ചിങ്ങം 1 കർഷക ദിനം എന്ന നിലയിൽ ആചരിച്ചു വരികയാണ്. നമുക്ക് നമ്മുടെ കാർഷിക മേഖല നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ്. കാർഷിക മേഖലയിൽ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നും അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കാർഷിക മേഖലയെ പരിപോഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിൻ്റെ എല്ലാവിധമായ സമ്പദ് സമൃദ്ധിക്കും വഴിനിൽക്കാൻ കഴിയുള്ളൂ. ആ യാഥാർത്ഥ്യം മുന്നിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കർഷക ദിനാചരണ പരിപാടി ഇത്തരം ഗ്രാമപഞ്ചായത്ത് പൂർവ്വം നടത്തി വരുന്നത്. തീർച്ചയായും ഇവിടെ വന്നിരിക്കുന്ന ഇന്ന് ഈ വർഷം അവാർഡ് കിട്ടിയ നമ്മുടെ കർഷകരെ അറിയാം. അവരെ അടുത്ത വർഷം കൂടി ഇതുപോലെ അവാർഡ് വാങ്ങിച്ചെടുക്കുവാനുള്ള പ്രയത്നത്തിൽ, കാർഷിക പുരോഗതി അതുപോലെ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ നിങ്ങൾ ഏർപ്പെടണം. നിങ്ങളുള്ള ഒട്ടേറെ പദ്ധതി പരിപാടികൾ നമ്മുടെ കൃഷിഭവനിൽ നിന്നും ഉണ്ട്. അത് നമ്മുടെ കർഷക സുഹൃത്തുക്കളെ കർഷകർക്ക് സഹായമായി ലഭ്യമാക്കുന്നത് എന്ന നിലയിൽ അന്വേഷിച്ച് അത് മറ്റുള്ളവർക്കും കൃഷി എന്താണ്, അല്ലെങ്കിൽ കൃഷി കൊണ്ട് എങ്ങനെ വിജയിച്ചെടുക്കാം എന്നുള്ളത് ഭയങ്കര പുറകോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. കാരണം കാലാവസ്ഥ അനുകൂലമല്ല, കൃഷി ചെയ്തവരെല്ലാം ഓരോ രീതിയിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സർക്കാരിൽ നിന്ന് അതിനുള്ള യാതൊരു അനുകൂലവും വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നുമില്ല. അങ്ങനെ ഒരു കാലഘട്ടം പോകുമ്പോൾ ഈ കൃഷി ദിനത്തിലും ഇവിടെ കൃഷി ചെയ്ത് ആ മുമ്പോട്ട് പുരസ്കാരം കഴിച്ചത് വളരെ ആശംസ അവർക്ക് ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഈ ഗ്രാമപഞ്ചായത്ത് വിളിച്ചുകൊണ്ട് ഓരോ പരിപാടികളും കൃഷി ഓഫീസർ പുതിയതാണെങ്കിലും തന്നെ കഴിവിന്റെ പരമാവധി എല്ലായിടത്തും ചെന്ന് എത്തുകയും അതുപോലെ നോക്കി പരിപാടികൾ ചെയ്തിട്ടൊക്കെ കൃഷി ഓഫീസറെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതായത് എല്ലാ കർഷകർക്കും എന്റെ കുറെ നിറഞ്ഞ ആശംസകളും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒക്കെ വിത്തുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും
അതൊന്നും നമ്മൾ സമീപനമായി തന്നെ നമുക്ക് അതൊന്നും നട്ടു ഉറപ്പിച്ച് നമുക്ക് കൃഷി ഇടങ്ങളിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള വലിയൊരു പ്രതിസന്ധിയിൽ പോലും നമ്മുടെ സ്റ്റേറ്റ് അടക്കമുള്ള ആളുകൾ ഈ മഴക്കാലത്തെ കുറേ മഴകളുകൊണ്ട് നല്ലൊരു കൃഷി ചെയ്ത് ഒരു മികച്ച ആദരവ് നേടിയതിൽ വലിയ അഭിമാനമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ എല്ലാ വർഷവും ചിങ്ങമൂന്നിന് കർഷകരിൽ മാറ്റിച്ച് നമ്മൾ പിരിയുന്നതല്ലാതെ കഴിഞ്ഞാൽ പിന്നെ എത്ര കർഷകർ നമ്മുടെ കൃഷിഭവനുമായി ബന്ധപ്പെടുന്നുണ്ടെന്നതിന് അറിയില്ല. വളരെ കുറച്ചാളുകൾ ബന്ധപ്പെടാറുണ്ട്. സർക്കാർ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വളരെ ആനുകൂല്യങ്ങളൊക്കെ സമയത്ത് നമ്മൾ കൃഷികളെ എത്തിക്കാറുണ്ട്. അത് കൃഷി വകുപ്പിന്റെ കർഷകരുടെ ഒരു കൂട്ടായിട്ട് ഗ്രൂപ്പിൽ കിട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മുടെ കർഷകർ നമ്മുടെ കൃഷി ഓഫീസ് സമീപിക്കുകയും എന്തെങ്കിലുമൊക്കെ കൃഷിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുറ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം എന്ന് പരിഹാരം കാരണം നമുക്ക് കൃഷി ഓഫീസ് ചോദിച്ചിട്ടില്ല. അതിന് വേണ്ടിയുള്ള പ്രതിനിധികളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ വീടിന്റെ പരിസരത്തോട്ട് കടന്ന് ചെയ്യുന്ന കൃഷികൾക്കൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് പോകട്ടെ. ഇപ്പൊ പലതരത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇലയൊക്കെ വെച്ചിട്ട് വല്ലാത്ത രീതിയിൽ ഇരിക്കുക, ഈ മഴ നീങ്ങി നിൽക്കുക. ഒത്തിരി ഗൃഹമായിനെ കുറിച്ച് നട്ടതാണ്, പക്ഷെ അത് ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ അതിന് യഥാസമയം അതിന്റെ പ്രതിനിധി എന്താണ് അത് അതിന്റെ കേടുപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ കൃഷി വകുപ്പിന്റെ ഒരു നേതൃത്വത്തിൽ പഠന ക്ലാസ് നടത്തുകയുണ്ട്. എന്നാൽ ആ പഠന ക്ലാസ്സിൽ വളരെ കുറച്ച് നല്ല മികച്ച കർഷകരായിട്ടുള്ള ആളുകൾ പങ്കെടുത്ത് കൃഷി ഓഫീസ് അത് കഴിയുമായിട്ട് കൃഷി ഓഫീസിൽ ചെന്നിട്ട് കൃഷി ഓഫീസുമായി ബന്ധപ്പെടാൻ എത്ര പേർ ബന്ധപ്പെടുന്നതായി. പക്ഷെ തുടർന്നുള്ള കാര്യങ്ങളിൽ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അത് നമുക്കറിയാം, എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ്. നമുക്കറിയാം, കർഷകരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കർഷകനാണ് ഞാൻ. എന്തായാലും അവിടെയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും കൃഷിയെ രക്ഷിച്ചുകൊള്ളുന്ന മികച്ച കർഷകരാണ് ഇന്നിരിക്കുന്നത്. എനിക്ക് ചെറിയ രീതിയിൽ കൃഷിയുണ്ട്. കർഷകരെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ പന്നിയുടെ ഒരു വലിയൊരു വിഷയമാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. 2-3 വർഷങ്ങളായിട്ട് പഞ്ചായത്തിന് ടോക്ക് ലൈസൻസുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വർഷം അതൊരു പ്രാബല്യത്തിൽ ശരിക്കും ഒന്നായിട്ട് നമുക്കറിയില്ല. ഈ വർഷം പന്നികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇന്നും എൻ്റെ 4-5 പറിച്ചതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു പന്നി ഞാൻ ആ കപ്പയ്ക്ക് ചുറ്റും 10,000-7,000 രൂപ മേടിച്ച വലയിട്ടേക്കാണ്. എന്നിട്ട് അത് കിടന്നാണ് ഇതിൻ്റെ അത് കയറി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കപ്പ പറിക്കുന്ന സീസൺ ആകുമ്പോഴേക്കും നമുക്കൊരു കപ്പയും കിട്ടുന്നത് യാതൊരു ഉദ്ദേശമില്ല. അതുകൊണ്ട് ഈ മുട്ടം പഞ്ചായത്തിലെ ടോക്ക് ലൈസൻസുള്ള എല്ലാ ലൈസൻസുകൾക്കും പഞ്ചായത്തിന്റെ ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത് മുട്ടം പഞ്ചായത്തിലെ ഈ പന്നിയെയും മുള്ളമന്നിയെയും കുരങ്ങിനെയും വെടിവെച്ച് തീർക്കുന്നതിനുള്ള ഒരു അവസരം പഞ്ചായത്ത് ഉണ്ടായിക്കൊടുക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 1-ാം തീയതി കയറുന്നവരാണ്. അതുപോലെ 1-ാം തീയതി വലിയ കാര്യമായിട്ട് പഴയ കാലം മുതൽ കൊണ്ടുവരുന്ന ഒരു ദിവസം കൂടിയാണ്. അത് നമ്മുടെ സർക്കാരും പ്രാദേശിക സർക്കാരായ പഞ്ചായത്തുമൊക്കെ കൃഷിഭവനുമൊക്കെ ഏറ്റെടുത്ത് കർഷകരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നടന്നത്. നമ്മൾ ആ ചടങ്ങ് നടക്കുമ്പോൾ ആ ചടങ്ങിന്റെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ഇരിക്കുന്ന പ്രിയങ്കരനായ ബിജോയ് ജോൺ കയ്യാലയ്ക്കകത്ത് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരിയായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ജോസ്യാച്ചൻ ആർമോലികൾ, മറ്റ് പഞ്ചായത്ത് മെമ്പർമാരെ, അവാർഡ് ജേതാക്കളായി ഇവിടെ ഇരിക്കുന്ന 5 കർഷകര്, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ അവാർഡ് വാങ്ങിച്ച ഒത്തിരി കർഷകരുണ്ട്. വർഷങ്ങളായി ഈ കർഷകരുടെയൊക്കെ തോട്ടം കാണുവാനുള്ള കൃഷിഭവൻ വിളിച്ചുകൊണ്ടുപോയി തോട്ടം കാണുവാനും അതുപോലെ അവരുടെ കൃഷി രീതി മനസ്സിലാക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കർഷകർ ഇന്ന് വളരെ സന്തോഷത്തോടെ നമ്മൾ ഏറ്റവും ആരോഗ്യകരമായ ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് ചിരിക്കാനും പായസം കുടിക്കുവാനും നമ്മൾ ആ ഫോട്ടോ എടുത്തപ്പോഴൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഓർക്കുമായിരിക്കും എന്താണ് ഈ ടോബി ഇവിടെ ഇരുന്ന് പറയുന്നത് ഗോമാളിയെ പോലെ. സത്യത്തിൽ ഒരു കാര്യമാണ്, നിങ്ങളുടെയൊക്കെ ഫോട്ടോ പിന്നീട് കാണുമ്പോൾ ഇച്ചിരി ഒന്ന് ചിരിക്കാമായിരുന്നു എന്ന് തോന്നിയാൽ പിന്നെ ചിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ആ ഫോട്ടോയ്ക്ക് ഈ ഫോട്ടോ ഇന്ന് ഇവിടെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സ്ഥലത്തേക്ക് നമ്മുടെ മുട്ടത്തിന്റെ നമ്മുടെ റിണ്ണി ചെറിയാനത് ഈ പ്രദേശം മുഴുവനും അല്ലെ നമ്മുടെ ജില്ല മുഴുവനും അല്ലെ സംസ്ഥാനം മുഴുവൻ വിടുന്ന ഒരാളാണ് അദ്ദേഹം. ഇതെല്ലാം കാണും. അതുപോലെ ഈ യോഗം എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ കർഷകര്, നല്ല രീതിയിലുള്ള കർഷകരെ, എനിക്ക് ഈ പ്രാദേശിക സർക്കാരായ പഞ്ചായത്തിനോട് അപേക്ഷയുണ്ട്.
എന്താണ് എന്ന് ചോദിച്ചാൽ കൂടുതൽ കർഷകരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി വരുന്ന പഞ്ചായത്ത് മെമ്പർമാരാണെങ്കിലും ഇപ്പോഴുള്ളവരാണെങ്കിലും അതിനൊരു പദ്ധതികൾ നിങ്ങൾ മനസ്സിൽ പ്രതിജ്ഞയെടുക്കുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയം മുതൽ എന്താണ് ആലോചിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണാവശ്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ ഒരാൾ 4 കപ്പയെ ഇട്ടുള്ളൂ എങ്കിൽ പോലും അവന് ആ വയറ് നിറയ്ക്കുവാൻ അല്ലെ അവന്റെ വീട്ടിലുള്ളവർക്ക് ആ കപ്പ ചെണ്ടം മുഴുങ്ങിയോ കൊത്തി മുഴുകിയോ ഒക്കെ വേവിച്ച് ഒരു ശകലം ചിക്കനോ അല്ലെങ്കിൽ പോത്തോ ഒക്കെ മേടിച്ച് കഴിക്കുമ്പോൾ ഞായറാഴ്ച ഉണ്ടാകുന്ന സുഖം, അതോ ആ സുഖത്തോടൊപ്പം തന്നെ ഒരു കാര്യമാണ് ഭക്ഷ്യക്ഷാമം ഇവിടെ ഉണ്ടാകാതെ ഇരിക്കും. ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതെ വരണമെങ്കിൽ നമ്മൾ കൃഷി ചെയ്യണം. ആ കൃഷി ചെയ്യുമ്പോൾ കർഷകനെ സംരക്ഷിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. ഇവിടെ ഒത്തിരി പേര് കൃഷിയിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. കൃഷിയിൽ നിന്ന് പുറകോട്ട് പോകുന്നത് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ കാർഷിക വികസന സമിതി അംഗങ്ങൾ, ഈ കാർഷിക വികസന സമിതി അംഗങ്ങളൊക്കെ ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ പുറത്തൊക്കെ രാഷ്ട്രീയമുണ്ടെങ്കിലും ഞങ്ങളെല്ലാം ഒന്നിച്ച് നിങ്ങളുടെയൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കർഷകർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരാണ് ഈ കാർഷിക വികസന സമിതി അംഗങ്ങളെല്ലാം. എന്റെ കൂടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഈ കാർഷിക വികസന സമിതി അംഗങ്ങളെയൊക്കെ എനിക്കറിയാം. അവരൊക്കെ ഏത് കാര്യത്തിലും അതുപോലെ ഈ കൃഷി ഓഫീസിൽ നിന്ന് ഫീൽഡിലേക്ക് പോകുന്നവരാണ് കൂടുതൽ ആളുകളും എന്ന് ഞാൻ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ അവിടെ ഇറങ്ങി വരുമ്പോൾ ഒരാൾ മാത്രമേ മിക്കവാറും ആ ഓഫീസിൽ കാണുള്ളൂ. എനിക്കിങ്ങനെ കിട്ടിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇപ്പം ജീവിച്ചിരിപ്പില്ല. പുള്ളിക്കാരനാണെങ്കിലും നല്ല കൃഷിയോട്, സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും കൃഷിയോട് നല്ല താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാനും അതെ, സമയം കിട്ടുമ്പോഴൊക്കെ സർവീസിലിരിക്കുമ്പോഴാണേലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളും മറ്റുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചെറിയ രീതിയിൽ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. കൂടാതെ ഇപ്പം പെൻഷൻ ജീവിതം കഴിഞ്ഞ് അത്യാവശ്യം പറമ്പൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അച്ഛനാണേലും നല്ലൊരു കർഷകനായിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ. പുള്ളി ഇവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ മാതൃകാപരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് അതുപോലെ ചെയ്തു. പിന്നെ നമ്മുടെ വീട്ടാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ജൈവ കൃഷിയാണ് ഏറ്റവും അത്യാവശ്യം. പല സാംക്രമിക നമ്മളിപ്പം ലോകം നേരിടുന്നത് ആരോഗ്യ വിപത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്ന പല അസുഖങ്ങൾ. ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അന്നേരം നമ്മുടെ ആവശ്യത്തിനുള്ള സംഗതി വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്തു നമുക്ക് പറ്റണ. നമ്മുടെ ഇപ്പം നല്ല ചാരത്തിന് പോലും ഇപ്പം വിഷാംശം, ചാണകമൊന്നുമില്ല എനിക്കിപ്പം, ഞങ്ങൾ മേടിക്കുകയാണ്. അതുപോലുള്ള ചെറിയ ചെറിയ വളങ്ങൾ, ജൈവ വളങ്ങൾ നമ്മൾ ഇട്ട് ശുദ്ധമായ കാർഷിക വിള ഉൽപ്പാദിപ്പിച്ച് നമുക്ക് അനുഭവിക്കാം. മിച്ചം വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഒരു വാഴക്കൊലയൊക്കെ ഉണ്ടായാൽ നമ്മൾ തന്നെ കഴിക്കുന്നത് നമുക്ക് കൊടുക്കാം. ചെറിയ വരുമാനമാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ. പക്ഷേ ഞാനിത് ഈ സംഘടിപ്പിച്ച മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അധ്യക്ഷൻ, വൈസ് പ്രസിഡന്റ് ബിനോയ്, മേഴ്സിക്കുട്ടി മാഡം, അതുപോലെ എല്ലാ മാഡം ഞങ്ങളെ KSSPയുടെ വാർഷികത്തിന് വരാറുണ്ട്, ക്ഷണിക്കാറുണ്ട്. അന്നേരം നല്ല പ്രസംഗമൊക്കെ കാഴ്ചവെക്കാറുണ്ടായിരുന്നു. അങ്ങനെ മാഡത്തിന് എനിക്ക് പരിചയമുണ്ട്. പിന്നെ ഞാൻ കൃഷി ഓഫീസിൽ വന്നപ്പോഴാണ് ഫോട്ടോ കൊടുക്കാൻ വന്നപ്പം ആണ് ഞാൻ മാഡത്തിന് ആദ്യം കാണുന്നത്. അന്നേരം ഞാൻ ഇങ്ങനെ എന്നോട് പറഞ്ഞ ഒരു വാക്കെന്നാണെന്നറിയോ, ഇത് തന്നെ പിന്തുടർന്ന് പോകണം കേട്ടോ ചേച്ചി എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാ കർഷകരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊണ്ട് നടും. നട്ടുവെച്ചിട്ട് ആ വഴി പിന്നെ പോകില്ല, പണ്ടേയും കാടും പിടിച്ച് ഇങ്ങനെ കിടക്കും. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും എന്നും കൃഷി ചെയ്യുന്നുണ്ട്. പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും എന്നും ചെയ്യുന്നു. കപ്പയും ചേനയും അങ്ങനെ എല്ലാവിധ കൃഷികളും ഉണ്ട്. അത് ആഴ്ചയിൽ ഒന്നെങ്കിലും എല്ലാ കൃഷിയുടെയും ചോട്ടിക്കൂടെ ഒട്ടുമുക്കാൽ ദിവസം പോകാറുണ്ട്. എല്ലാ ദിവസവും തന്നെ കൃഷിയുടെ ചോട്ടിക്കൂടെ പോകാറുണ്ട്. അതിന് വേണ്ട പരിചരണം ചെയ്യാറുണ്ട്. കൂടുതൽ ജൈവ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വേദിയിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത ഒത്തിരി സന്തോഷമുണ്ട്. നേരത്തെ മുതൽ തന്നെ എനിക്ക് കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം ഞാനും വൈഫ് എന്നെ ഒത്തിരി കാര്യങ്ങൾക്ക് ഇതുപോലെ സഹായിക്കാറുണ്ട്. കൃഷി ചെയ്യുന്നതിനായാലും മറ്റു എന്ത് പരിപാടികൾക്കായാലും ഇങ്ങനെ സഹകരിക്കാറുണ്ട്.
അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് പറഞ്ഞാൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം അത് നിർത്താൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗം വളരെ കുറയ്ക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് ഉത്സാഹിക്കണമെന്ന് ഞാൻ കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ നിവൃത്തിയുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കൂടുക അതിനകത്ത് സാധനം വാങ്ങിക്കാറില്ല, പിന്നെ തരുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ശുചിത്വത്തിന് വേണ്ടി അതുകൂടെ ചെയ്യണം എന്ന് കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലൊരു അവസരം ഞങ്ങളെ ആദരിച്ച എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. സംസാരിച്ചോടുകൂടി നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ സംസാരിച്ച കാർഷിക വികസന സമിതി അംഗങ്ങൾ, നമ്മുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാര്, കർഷകർ എല്ലാവരും സൂചിപ്പിക്കുന്നത് കൃഷി ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്ക് ഇടയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പത്രങ്ങളിൽ വായിച്ചു, നമ്മുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അമിതമായ നികുതി ഏർപ്പെടുത്തുന്ന അതുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമ്മുടെ പത്രങ്ങളിൽ കൃഷിക്കാരാണെങ്കിലും വായിച്ചറിഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ ഇറക്കുമതി, ആ ഇറക്കുമതിയിൽ നമ്മുടെ ഡയറക്റ്റായിട്ട് നമ്മളെ ബാധിക്കുന്നത് കൃഷിക്കാർക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന രാജ്യം അമിത നികുതി ഏർപ്പെടുത്തി കഴിയുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ ഡിമാൻഡ് ഇല്ലാതെ ആവുകയും അത് നമ്മുടെ കർഷകർക്ക് തിരിച്ചറിയാവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ആശങ്കയാണ് നമ്മൾ ഈ സമീപ ദിവസങ്ങളിൽ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. നമുക്കറിയാം, നമ്മൾ കർഷകരെ സംബന്ധിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പോലെ പ്രകൃതിക്ഷോഭം, അതുപോലെ തന്നെ വന്യജീവികളുടെ ആക്രമണങ്ങൾ, കീടരോഗങ്ങൾ, ഇതിനെല്ലാം ഓരോ പരിഹാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികളിലൂടെ നടപ്പാക്കുന്നുണ്ടെങ്കിൽ പോലും ഒട്ടേറെ ആളുകൾ ഈ മേഖലയിൽ നിന്ന് വിട്ട് പോകുന്നു എന്നുള്ളത് ഇതിനു മുമ്പ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിക്കണ്ടായി. ഇവിടെയാണ് കർഷക ദിനാചരണവും നമ്മുടെ മികച്ച കർഷകരുടെയും പ്രാധാന്യം. കാരണം ഈ ഒട്ടേറെ പ്രശ്നങ്ങൾ, അമിത നികുതി പോലുള്ള സമീപകാലത്തെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വന്യമൃഗാക്രമണങ്ങളുടെ പ്രശ്നങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ഇതെല്ലാം കർഷകരെ ബുദ്ധിമുട്ടുകയായിരിക്കും. എന്നാൽ അതൊരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒട്ടേറെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മികച്ച കർഷകരെന്ന നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ പ്രതിഭാശാലികളായിട്ടുള്ള കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ. അവർ നൽകുന്ന സന്ദേശം